നോക്കാം. ഇവിടെ DFA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ, കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഒരു ഓട്ടോമേറ്റി ആണ്. ഇതൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റി ആണോ എന്ന് എങ്ങനെ നോക്കുക? ഇതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണോ ഉള്ളത് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സിലെ ഓട്ടോമേറ്റി നമുക്ക് എന്ന് വിളിക്കാം, ഫൈനൈറ്റ് ഓട്ടോമേറ്റ് എന്ന് വിളിക്കാം. ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണുള്ളത്, ആണല്ലേ? കാരണം എന്താ, Q0 Q1 എന്നുള്ള രണ്ട് സ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. Q0 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 0 ഇൻപുട്ട് വരുന്ന സമയത്ത് Q1 എന്നുള്ള സ്റ്റേറ്റിലോട്ട് മാറുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് ഓട്ടോമേറ്റി ആണ്. ഇനി നമുക്കൊരു ഓട്ടോമേറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റി ആണോ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓട്ടോമേറ്റ കൺസ്ട്രക്ട് ചെയ്യാനും എന്ത് ചെയ്യണം, പറ്റണം. ഓക്കെ, നോക്കാം. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ കേസിലാണെങ്കിൽ ഒരു കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒറ്റൊരു പാത്തേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം. ഇല്ല, അഥവാ ഇവിടെ Q0 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 0 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ Q1 എന്നുള്ള സ്റ്റേറ്റിലോട്ട് ആണ് പോവുക എന്ന് പറയാൻ പറ്റണം. ഡിറ്റർമൈൻഡ് ആണ് അല്ലേ, ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഉറപ്പായും പറയാൻ പറ്റും Q1 എന്നുള്ള സ്റ്റേറ്റിലോട്ടാണ് പോവാന്ന് പറയാൻ പറ്റും. മൾട്ടിപ്പിൾ പാത്ത് അവിടെ അല്ല, ആകെ എന്ത് ഉണ്ടാവുള്ളൂ, ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒരു കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒറ്റൊരു പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മൾട്ടിപ്പിൾ പാത്ത് ഉണ്ടാവില്ല. അതാണ് എന്ത്, DFA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, NFA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ മൾട്ടിപ്പിൾ പാത്ത് എക്സിസ്റ്റ്, മെനി പാത്ത് എന്താണ്, എക്സിസ്റ്റ് ആണ്. ഒരു സ്പെസിഫിക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ഒരു സ്പെസിഫിക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. മേ ബി എന്താകും, വേറൊരു സ്റ്റേറ്റിലോട്ട് പോവാം, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോട്ട് പോവാം. അത് ഇവിടെ ഈ ഒരു ഇമേജ് നോക്കാം. Q0 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് Q1 എന്നുള്ള സ്റ്റേറ്റിലും പോകുന്നുണ്ട്, Q2 എന്നുള്ള സ്റ്റേറ്റിലും പോകുന്നുണ്ട്. സോ എന്താണ്, ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നില്ല. ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഓട്ടോമേറ്റിയാണ് DFA. നോൺ ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ കാണിക്കാത്ത ഓട്ടോമേറ്റിയാണ് എന്ത്, NFA. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. DFA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് എന്താ പറഞ്ഞു, ഇറ്റ് ഹാസ് ഓൺലി വൺ യുണീക് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെ. ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒറ്റൊരു യുണീക്ക് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് അതിന് ഉണ്ടാവുള്ളൂ. ദെൻ ഇവിടെ അങ്ങനെയല്ല, ദർ കുഡ് ബി മൾട്ടിപ്പിൾ നെക്സ്റ്റ് സ്റ്റേറ്റ്സ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഹാസ് നോ ചോയ്സസ് ഓർ റാൻഡംനെസ്. ഇവിടെ ചോയ്സ് ഉണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ Q0 0 കൊടുത്തു കഴിഞ്ഞാൽ Q1ലോട്ടാണ് പോവുക. വേറെ 0 കൊടുത്തു വേറെ ഒരു ചോയ്സ് അവിടെ ഇല്ല. 0ക്ക് വേറെ ചോയ്സ് ഉണ്ടോ? ഇല്ല, വേറെ സ്റ്റേറ്റിലോട്ട് പോവാന്നുള്ളതില്ല. റാൻഡംനെസ് ആണ്. ദെൻ ഇവിടെ അങ്ങനെയല്ല, നെക്സ്റ്റ് സ്റ്റേറ്റ് മേ ബി ചൂസ് ആൻഡ് ഇറ്റ് റാൻഡം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. മേ ബി എന്താ Q1 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താവാം Q2 ചൂസ് ചെയ്യാം. റാൻഡം ആണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ DFAന്റെ കേസിൽ ചൂസ് ചെയ്യാനൊന്നുമില്ല. ചോയ്സസ് ഉണ്ടോ? ഇല്ല. അതാണ് അടുത്ത പോയിന്റ്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഡിസൈൻ. DFA ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്, സിമ്പിൾ ആണ്. NFAന്റെ കേസിൽ all the next state may be chosen in parallel. ഒരു ഫീച്ചേഴ്സ് കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ Q0 എന്നുള്ള ഇൻപുട്ട് സ്വീകരിച്ചുകൊണ്ട് Q1ലോട്ട് പോയി. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തതില് പാരലൽ ആയിട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, Q0 0 ഇൻപുട്ട് സ്വീകരിച്ചുകൊണ്ട് Q2 എന്നുള്ള സ്റ്റേറ്റിലോട്ട് പോവാം. സോ പാരലൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റുകൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യാം, ചൂസും ചെയ്യാന്നുള്ളതാണ് പിന്നെ ആ പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക, ഈസിയാണ്. ഇനി കുറച്ചും കൂടി ഇതിന്റെ പിന്നെ ഒറിജിനൽ എന്തുണ്ട്, പിന്നെ ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനിലോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. DFAന്റെ കേസിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും. DFA എങ്ങനെ ഡിഫൈൻ ചെയ്തത്, 5 ടപ്പിൾസ് ആണ്. DFAയും NFAയും 5 ടപ്പിൾസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ DFA ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ Q സിഗ്മ Q0 ക്യാപിറ്റൽ F ഡെൽറ്റ എന്നുള്ളതാണ്. ഇതാണ് DFAയുടെ ഡെഫിനിഷൻ. സോ ഓരോന്നും എന്താ നോക്കാം. Q എന്താണ്, ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫൈനൈറ്റ് സ്റ്റേറ്റ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഈ ഇമേജ് നോക്കുക, ഇതിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, Q
Q0, Q1, Q2 എന്നുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ക്യാപിറ്റൽ Q എന്തായിരിക്കും? സെറ്റ് ഓഫ് Q0, Q1, Q2 എന്നുള്ളതായിരിക്കും എന്ത്? അഥവാ അതിലുള്ള ആ ഒരു ഓട്ടോമാറ്റിക്കിലുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ Q എന്ന് പറയാം. ദെൻ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റ് ആണ്. ഇൻപുട്ട് ആൽഫബറ്റ് എന്താണ്? നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇവിടെ ഇൻപുട്ട് ആൽഫബറ്റ് ഈ ഓട്ടോമാറ്റിക് കേസിൽ ഏതാണ് ഇൻപുട്ട് ആൽഫബറ്റ്? 1, 0 അല്ലേ? ഇതിൽ നോക്കുക, 1 ഇൻപുട്ടും 0 ഇൻപുട്ട് അല്ലേ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുള്ളൂ. വേറെ ഏതെങ്കിലും ഇൻപുട്ട് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് സെറ്റ് ഓഫ് 1, 0 എന്നുള്ളതാണ് എന്ത്? സിഗ്മ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻപുട്ട് ആൽഫബറ്റ് അതാണ്. ഇതിന് അടുത്തത് എന്താ? Q0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റിനെയാണ് എന്ത് പറയാ? Q0 എന്ന് പറയാം. ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. മേ ബി എന്താവും? ഒരു ഫൈനൽ സ്റ്റേറ്റ് വരാം, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ഫൈനൽ സ്റ്റേറ്റ്സ് വരാം. അതിന്റെ സെറ്റിനെയാണ് എന്ത് പറയാ? ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാൽ. ഇവിടെ പിന്നെ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? Q2 ആണ് അല്ലേ? ഡബിൾ റൗണ്ടിലുള്ള സർക്കിൾ വരുന്നതാണ് അതെന്ത്? ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയാം. ഈ ഫൈനൽ സ്റ്റേറ്റ് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ ഫൈനൽ സ്റ്റേറ്റും എഫും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെ? എഫ് സബ്സെറ്റ് ഓഫ് എന്താണ്? ക്യൂ ആണ് അല്ലെ? ക്യൂവിന്റെ സബ്സെറ്റ് ആയിരിക്കും അല്ലെ എന്ത്? എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ മാക്സിമം എന്താണ്? ക്യൂ എന്താവാം? ഫൈനൽ സ്റ്റേറ്റ് ആവാം. സോ എഫ് ഇസ് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഡെൽറ്റ എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ക്യൂ ക്രോസ് എന്താണ്? സിഗ്മ ടെൻസ് ടു എന്താണ്? ക്യൂ ക്യാപിറ്റൽ ക്യൂ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓർത്ത് നോക്കുക. അത് ഇങ്ങനെ വന്നത് മനസ്സിലായോ? ശ്രദ്ധിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുക്കാം. ഈ ഒരു DFA ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആയിരിക്കും അതിലുണ്ടാവുള്ളൂ. ഏതൊരു ട്രാൻസിഷൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ Q0 എന്നുള്ളത് അല്ലെ ഏതൊരു സ്റ്റേറ്റ് എടുത്തത്? Q എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ആണ് അല്ലെ? സെറ്റ് ഓഫ് ഫൈനൈറ്റ് സ്റ്റേറ്റ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ നിന്ന് ഏതെങ്കിലും ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നത് എന്തായിരിക്കും? മസ്റ്റ് ആയിട്ടും എങ്ങോട്ടേ പോകുള്ളൂ? ആ ഓട്ടോമാറ്റിക്കിലുള്ള ഒരു സ്റ്റേറ്റിലോട്ട് തന്നെ പോകുള്ളൂ അല്ലെ? ഒരു സ്റ്റേറ്റിലോട്ട് തന്നെ പോകുള്ളൂ. ക്യൂവിൽ എന്തുണ്ടാവും? ഇപ്പൊ ക്യൂവിൽ എന്താ പറയുന്നത്? Q0, Q1, Q2 ഉണ്ട്. ക്യൂവിനെ ഏതുകൊണ്ട് ആൽഫബറ്റ് ഏതെങ്കിലും ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ക്യൂ ഇവിടെ എടുത്തിട്ടുള്ളത് ആ സെറ്റിലുള്ള Q0 എന്നാണെന്നുണ്ടെങ്കിൽ അതിനോട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ആൽഫബറ്റ് 1 or 0 ആണല്ലോ. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പോകുന്നത്? Q1 പോകുന്നത് അല്ലെ? എന്താണ്? ക്യാപിറ്റൽ ക്യൂവിലുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള നോട്ടിനെ പോകുള്ളൂ. എങ്ങനെയായാലും ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ക്യൂവിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ട് തന്നെ പോവുള്ളൂ. ഇത് നേരിട്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവില്ല. നമ്മള് ലിമിറ്റേഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെക്കുക. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചോദിക്കേട്ടോ. ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫൈനൈറ്റ് സ്റ്റേറ്റ് ആണ്. ഇതിൽ നമുക്കിപ്പം ഇത് DFA ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഇതിപ്പോ ഇവിടെ NFA ആണ്. DFA ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. ക്യാപിറ്റൽ ക്യൂവിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റുകളും എന്തായിരിക്കും? അതിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് എടുത്താലും അതിനൊരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേ പോകുള്ളൂ? ആ DFAയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ട് തന്നെ പോകുള്ളൂ. ഇതാണ് എന്ത്? DFAയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഈ ട്രാൻസിഷൻ ഫംഗ്ഷനിൽ മാത്രമാണ് NFAയും DFAയും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ശ്രദ്ധിക്കുക, NFA ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഇതേ 5 ടബിൾസ് വെച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്യാപിറ്റൽ Q, സിഗ്മ, Q0, F, ഡെൽറ്റ. ഓക്കെ, ഇവിടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റയിലാണ് മാറ്റമുള്ളത്. ശ്രദ്ധിക്കുക, എന്തായിരിക്കും മാറ്റം? നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റൊരു സ്റ്റേറ്റിലോട്ടേ പോകുള്ളൂ അല്ലെ? ഒറ്റൊരു സ്റ്റേറ്റിലോട്ടേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ Q എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്യൂവിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തിട്ട് അവിടെ ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യൂവിലുള്ള തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ടേ പോകുള്ളൂ. മൾട്ടിപ്പിൾ സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ടോ? ഇല്ല. DFAന്റെ കേസിൽ. ഈ NFA ആവുന്ന സമയത്ത് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, Q0 1 കൊടുത്തു കഴിഞ്ഞാൽ Q1ലോട്ടും പോവാം. അതുപോലെ 1 കൊടുത്തു കഴിഞ്ഞാൽ Q0ലോട്ടും വരാം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? ആ ഒരു ഫോമിലോട്ട് ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. Q അഥവാ ആ സെറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലോട്ട് എന്ത് ഇൻപുട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
അതിനുള്ള ചാൻസ് എന്താണ് 2q ആണ്. 2q എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് ഓഫ് q ആണ്. അഥവാ അവിടെ എത്ര ചാൻസ് ഉണ്ട്, മാക്സിമം ചാൻസ് എത്രയാണ്, 2q ആണ്. q ഇവിടെ എന്താണ് ശ്രദ്ധിക്കാം, ഇവിടെ എത്ര സ്റ്റേറ്റ് ആണുള്ളത്, ക്യൂവിലുള്ള ക്യാപിറ്റൽ ക്യൂവിലുള്ള സ്റ്റേറ്റ്സുകൾ എണ്ണം എത്രയാണ്, സെറ്റ് ഓഫ് q0 q1 q2 മൂന്നെണ്ണാണുള്ളത് അല്ലെ, മൂന്നെണ്ണാണുള്ളത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, q സിഗ്മ എത്ര ഉണ്ടാവും, 2 ഇവിടുത്തെ q എത്രയാണ്, മാക്സിമം എത്രയാണ് 3, 2 8 പോസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട്. മേ ബി എന്താവാം, 1 കൊടുക്കുമ്പം ഇവിടെ വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങനെ q2 വരാം, ഒക്കെ ചാൻസ് പറയാണ്. അതാണ് മാക്സിമം പോസിബിലിറ്റി എത്രയാണ്, 2q ആണ്. q സിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ 2q ആണ്. ഇത് രണ്ടും ആണ് ഇവിടുത്തെ ഡിഫറൻസ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ.